ഇത്രയും നാളും വേനലിനെ കുറിച്ചും ചൂടിനെ കുറിച്ചും എന്തൊരു ചൂടാണ്, ഉഷ്ണമാണ് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊക്കെ മാറിതാ മഴ പെയ്ത് മഞ്ഞും കുളിരും ഒക്കെയായി ഇടുക്കിയിലേക്ക് ഒരു യാത്ര പോകാം എന്നാണ് സന്ദീപ് രാജാക്കാട് പറയുന്നത്. രാത്രികാല യാത്രാ നിരോധനമൊക്കെ അത് മാറും. എന്തായാലും നമുക്കും ആ കൂടെ ഒന്ന് പോയി നോക്കാം. പശ്ചിമഘട്ട മലനിരകൾക്കും മഞ്ഞ് മൂടുന്ന തേയിലക്കാടുകൾക്കും ഇടയിലൂടെ കടുപ്പത്തിൽ ഒരു ചായയും കുടിച്ച് പുഴുങ്ങിയ ചോളവും കഴിച്ച് ഒരു സൂപ്പർ ഡ്രൈവ് വിത്ത് സന്ദീപ് രാജാക്കാട്. ചായ ഇങ്ങനെ ചാറ്റൽ മഴ പെയ്യുമ്പം ഇതുപോലൊരു ചായ, അത് കഴിയുമ്പോൾ ഇങ്ങനെ മഞ്ഞ് പോകും. ഒളി വൈബ, കവിത എഴുതി പോകും നമ്മൾ. നമുക്കൊരു പണിയാ, ഒരു ഡ്രൈവൊക്കെ പോവാം. സെറ്റ് നല്ല അടിപൊളിയായിട്ട് മഞ്ഞും മലനിരകളും തേയിലക്കാടും ഗംഭീരമായിരിക്കും. എന്നാ ചായ കുടിച്ചോ പെട്ടെന്ന്. ഓക്കെ. നമ്മള് വന്നിങ്ങനെ നിക്കുകയാണ് കേട്ടോ. കട്ട മഞ്ഞ്, എന്താ ഫീലല്ലേ? ഊട്ടിയൊന്നും അല്ല കേട്ടോ, ഇടുക്കി തന്നെയാ. ഇതാണ് നമ്മുടെ ഗ്യാപ്പ് റോഡ് വ്യൂ പോയിന്റ്. കൊച്ചി ധനുഷ്കോടി ദേശീയ പാതയിലെ ഗ്യാപ്പ് റോഡ് വ്യൂ പോയിന്റ് ആണ്. കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. എടാ മോനെ, എന്താടാ പേര്? ഫെബിൻ. ഫെബിൻ, എവിടുന്നാ വരുന്നത്? കൊച്ചി കണ്ണാലി. കൊച്ചി കണ്ണാലി. കൊള്ളാം, അടിപൊളിയാ. വ്യൂ പോയിന്റ് കൊള്ളാം. നല്ല കോട ഇറങ്ങിയിട്ടൊന്നും അടിപൊളിയായിട്ട് കാണാൻ പറ്റാതെ വന്നത് അതിന്റെ ഒരു ബുദ്ധിമുട്ട്. ഗംഭീര കാലാവസ്ഥ, അടിപൊളി. ഞങ്ങൾ എറണാകുളം. ഒരു പ്രത്യേകത മെയ്സ് ഇങ്ങനെ വെച്ചേക്കും. അതിങ്ങനെ പുഴുങ്ങിയതുണ്ടാകും, പിന്നെ അടുപ്പിൽ ചുട്ടെടുക്കണ ഉണ്ടാകും. മെയ്സ് കഴിച്ചു പിന്നെ അടിച്ചു പൊളിച്ച്. ഇല്ല, ആദ്യമായിട്ട് വന്നതാ. ഞങ്ങളിവിടെ എല്ലാവർക്കും ചായ, കാപ്പി, ബ്രെഡ് ഓംലെറ്റ്, നൂഡിൽസ് എല്ലാം കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല അടിപൊളി കച്ചവടം, നല്ല അടിപൊളി മഞ്ഞ്, നല്ല ക്ലൈമറ്റ്. വരുന്നവർക്കെല്ലാം ഭയങ്കരമായിട്ട് ലക്കുള്ളൊരു സമയമാണ് ഇപ്പം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വിസ്മയ ലോകം എന്ന് വേണമെങ്കിൽ പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാഴ്ച അതിമനോഹരമാണ്. നമ്മളിപ്പോൾ കാണുന്നത് മുട്ടുകാട് പാടശേഖരത്തിന്റെ ഒരു വിദൂര ദൃശ്യമാണ്. ഈ മുട്ടുകാട് പാടശേഖരം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏതാണ്ട് 1000-2000 അടി ഉയരത്തിൽ ഇങ്ങനെ നിന്നിട്ട് ആ കോടമഞ്ഞ് ഇങ്ങനെ കയറി വരുന്ന ഒരു കാഴ്ച. അപ്പോൾ ആ കാഴ്ചകളുടെ അതിമനോഹരമായ ആ ദൃശ്യങ്ങൾ നമുക്ക് നോക്കാം. കാലത്തിന് ശേഷം നാട്ടിലെ ചൂടിന് വ്യത്യാസം ഉഷാറായിട്ടുണ്ട്. നല്ല ക്ലൈമറ്റ്, സൂപ്പറാണ്. ചേട്ടാ, ചോളം എത്രയാണ്? 50 രൂപ. അപ്പോൾ ഒരു 3 എണ്ണം. പിന്നെ അതല്ലേ അതിന്റെ സംഭവം. എങ്ങനെയുണ്ട് നോക്കട്ടെ. നിങ്ങൾക്കുള്ള തരുവേ. ഈ ഭക്ഷണത്തോട് എനിക്ക് തീരെ താല്പര്യമില്ലാത്ത മനുഷ്യനാണ്. നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഇതുപോലെ മനോഹരമായ സ്ഥലങ്ങൾ തേടിയുള്ള യാത്ര. ഈ
ക്യാമറാമാൻ സന്തോഷ് ശേഖവർക്കൊപ്പവും ഒപ്പം തന്നെ നമ്മുടെ ജയൻ ചേട്ടനുമുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ശേഖവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി.